ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഞാൻ ഹാപ്പി ന്യൂ ഇയർ നേരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ ഈ ഒരു വർഷം. അപ്പോൾ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ. അപ്പോൾ വാ. തനു നല്ല ഉറക്കമാണ് കേട്ടോ. അവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല. അതിനു മുന്നേ ഞാൻ പോയിട്ട് എൻ്റെ പണികളൊക്കെ കുറച്ച് കഴിയട്ടെ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഇന്ന് രാവിലെ ഇവിടേക്ക് ചായക്ക് ഇഡ്ഡലിയും ചട്നിയാണ്. അപ്പോൾ ഞാൻ ഇതിണ്ടാക്കാൻ വേണ്ടി പാത്രമൊക്കെ കഴുകി വെള്ളം എടുത്ത് വെച്ചതാണ്. എല്ലാവർക്കും ഇഡ്ഡലി ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമാണ് കേട്ടോ ഇഡ്ഡലിയൊക്കെ. അപ്പോൾ ഞാൻ തീയൊക്കെ കത്തിച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മാവ് ഉപ്പൊക്കെ ഇട്ട് ഞാൻ പിന്നെ അതിൽ പെട്ടെന്ന് ഇഡ്ഡലി കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് പാത്രത്തിൽ. അപ്പോൾ മാവൊക്കെ നല്ല പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ പൊടികൾ ഇട്ട് വെക്കുന്ന പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പൊടിയൊക്കെ ഇട്ട് വെക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ. പിന്നെ വെള്ളം ചൂടായപ്പോൾ ഞാൻ ഒരു തട്ട് ഇഡ്ഡലി വെച്ച് കൊടുത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി തീർന്നു, അപ്പോൾ മഞ്ഞൾപ്പൊടി എടുത്ത് വെക്കുകയാണ്. പിന്നെ ചട്നിക്കുള്ള തേങ്ങയും ചിരവി അതങ്ങ് അരച്ച് വെക്കാമെന്ന് വെച്ച് വേഗം നോക്കുക. കുറേ എരിവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ചട്നിക്ക് തനുവാവിക്ക് കൊടുക്കേണ്ടത് കൊണ്ട് എരിവ് കുറച്ചാണ് ഇട്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ പരിപാടിയൊക്കെ ആക്കുകയാണ്. അപ്പോഴത്തേനും പിന്നെ അമ്മ ചോറ് വെക്കാൻ വേണ്ടി അരി എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇഡ്ഡലി ഒരു സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്ത സെറ്റ് ഞാൻ ആക്കുകയാണ്. അപ്പോഴത്തേനും ചട്നി ഇപ്പുറത്തെ അടുപ്പിലായിട്ടുണ്ട്. അപ്പോഴത്തേനും പിന്നെ തനുവാവ് എണീറ്റ് പിന്നെ ഏട്ടൻ പോകാൻ വേണ്ടി ചായ കുടിച്ച് ഇറങ്ങിയേ. അപ്പോൾ തനുവിനെടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഏട്ടൻ പോകുന്നതൊക്കെ നോക്കി. അവൾ പിന്നെ കരച്ചിലായപ്പോൾ ഏട്ടൻ കുറച്ച് നേരം അവളെ എടുത്തുകൊണ്ട് കോഴീൻ്റെ അടുത്തൊക്കെ പോയേ. പിന്നെ അവൾക്ക് വയ്യ കേട്ടോ, പനിയായിട്ട് തീരെ വയ്യ, ജലദോഷമൊക്കെ ആയിട്ട്. അപ്പോൾ അവൾക്ക് മരുന്നൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവളെ അടുത്തൊക്കെ ഇരുന്ന് പിന്നെ അടുക്കളയിലേക്ക് കൊണ്ടുപോയേ. അങ്ങനെ ഒരു ഇഡ്ഡലി എടുത്ത് അവൾക്ക് പാത്രത്തിൽ മുറിച്ചിട്ട് കൊടുത്ത് കുറച്ച് ചട്നി കൊടുത്ത് അവൾ അവിടെ ഇങ്ങനെ ഇരുത്തി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് പോയേ. കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. പിന്നെ രാവിലെ ചോറ് വെച്ച് കഴിഞ്ഞപ്പോൾ തീ അങ്ങ് കെട്ടുപോയി കേട്ടോ. അപ്പം ഞാൻ തീ കത്തിച്ച് കുടിക്കാൻ വെള്ളം വെക്കുകയാണേ. പുറത്താണ് കേട്ടോ അടുപ്പ് ഞങ്ങൾക്ക്. അപ്പോൾ തനുവിന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അവളെ ഒറ്റയ്ക്കുള്ള തീറ്റയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇരുത്തി ബാക്കിയുള്ള പാത്രമൊക്കെ ഞാൻ കഴുകുകയാണേ. അപ്പോഴത്തേനും അവൾക്ക് വണ്ടിയിലൊക്കെ ഇരുന്ന് മടുത്തു. പിന്നെ എൻ്റെ ബേക്കിൽ വന്ന് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ വേഗം ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകി സോപ്പിട്ട് വെച്ചതൊക്കെ കഴുകി കഴിഞ്ഞ് അവളെ ഇരുത്തേ. പിന്നെ അവളെ ഇരുത്തുകൊണ്ട് കുറച്ച് നേരം ഓരോന്നൊക്കെ ചെയ്തു. അങ്ങനെ തീയൊക്കെ കെട്ടുപോയപ്പോൾ ഞാൻ പോയി തീയൊക്കെ കത്തിച്ച് പിന്നെ ഞാൻ ചായ കുടിക്കാൻ നിന്നോട്ടെ. ഞാനും ഒരുമിച്ച് ചായ കുടിക്കുമ്പോൾ അവൾക്കും കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൾ കഴിക്കുകയില്ല. അപ്പം ഞാൻ കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചു കൊടുക്കും. അപ്പം ഞങ്ങൾ രണ്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ വേഗം അവൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം വേഗം ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ വേഗം ഉറക്കിയേ. അങ്ങനെ അവളെ ഉറക്കിയപ്പോൾ ഞാൻ ബാക്കിയുള്ള പാത്രം എൻ്റെ പരിപാടികളൊക്കെ ഞാൻ ഇങ്ങനെ പയ്യെ നോക്കിയിട്ടോ. ഈ ഒരു പാത്രം കഴുകൽ ഭയങ്കര ഒരു പണിയാണല്ലേ. എന്നും ഇത് തന്നെ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം കഴിക്കുക, പാത്രം കഴുകുക, ഇത് തന്നെ നമുക്കല്ലേ ഒരു ചടപ്പല്ലേ അല്ലേ. എന്തപ്പോൾ ചെയ്യാല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ പാത്രമൊക്കെ കഴുകി ഇങ്ങനെ എടുക്കുകയാണ്. അവൾ എണീക്കുമ്പോഴത്തേന് വേഗം എല്ലാ പരിപാടിയും കഴിക്കണം എന്ന് ഇങ്ങനെ വിചാരമുണ്ട്. പക്ഷേ അത് നടക്കില്ല കേട്ടോ. അതിന് കുറച്ച് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു. വെള്ളം തിളച്ചപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കി വേസ്റ്റൊക്കെ കളയാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ പോയി കേട്ടോ. പൂച്ചയും കാക്കിയൊക്കെ ഉണ്ട്.
അതിൻ്റെ ഇടയിൽ അവിടെ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇഞ്ചി ഉണ്ടാവും ഞാൻ നോക്കിയതാണ്, പക്ഷെ ഉണ്ടായിരുന്നില്ല. ഞണ്ടും ഉണ്ടായിരുന്നു, പിന്നെ ആനച്ചവടി എന്ന് പറഞ്ഞൊരു മീനും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ട് രാവിലെ ഏട്ടൻ പോയി മീൻ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അമ്മ ഇവിടുന്ന് ഞണ്ട് കണ്ടപ്പോൾ അമ്മ ഞണ്ടും മേടിച്ചു കേട്ടോ. അപ്പം ഞാൻ അവിടെയൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി, അവിടെയൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും തനി എഴുന്നേറ്റിരുന്നു. പിന്നെ ഞാൻ വേഗം പാലൊക്കെ കൊടുത്ത് അവളെ ഒന്ന് ഉറക്കി കേട്ടോ. നല്ല ഉറക്കമുള്ളത് കൊണ്ട് ചില ദിവസമൊക്കെ അങ്ങനെ ഉറങ്ങും. അപ്പോൾ അവളെ പിന്നെ ഞാൻ കിടത്തി ഉറക്കി. പിന്നെ ഇനി കറി വെക്കാനുള്ള പരിപാടി നോക്കണം. കറി വെക്കാൻ ഞാൻ വിചാരിച്ചു ഞണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചേ. തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, വേണ്ടവർ പോയി കാണാം കേട്ടോ. പിന്നെ മീൻ ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി കഴുകി എടുത്ത് വെച്ചേ. ഈ ഞണ്ട് എല്ലാവർക്കും ഇഷ്ടമല്ല, എനിക്കിവിടെ ഇഷ്ടം കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം. നല്ലൊരു ടേസ്റ്റ് അല്ലേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെക്കണേ. അപ്പം ഞാനതിങ്ങനെ നന്നാക്കുകയാണ്. ഞണ്ട് നന്നാക്കാൻ ചിലർക്കൊന്നും അറിയില്ലായിരിക്കും, എനിക്കാദ്യം അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പം ഞണ്ട് നന്നാക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഇങ്ങനെ ഞാൻ പഠിച്ചതാണ്, ഇവിടെ വന്നതിന് ശേഷം ഞാൻ പഠിച്ചതാണ്, എനിക്ക് ആദ്യം അറിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുവിധം നന്നാക്കി എടുത്ത്, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ തനു എണീറ്റോ നോക്കാൻ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ തോല് വിളിക്കുകയാണ്. ഞാൻ ഇഞ്ചി നോക്കിയിട്ട് എനിക്ക് ഇഞ്ചി കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചി ഇല്ലാതെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കറി. ഞാൻ ചോപ്പറിൽ വെച്ചിട്ട് ഉള്ളിയൊക്കെ വേഗം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ ചിരവാൻ വേണ്ടി നോക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാണ്, നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെക്കാൻ വേണ്ടി തേങ്ങയൊക്കെ വേഗം ചിരവാൻ നോക്കുകയാണ്. ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റത്തെ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പാൽ ഞാൻ നല്ല വെള്ളം ഒഴിച്ചിട്ട് അതും എടുക്കുന്നുണ്ട്, അതങ്ങ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വേഗം ഉള്ളി വാട്ടി വേഗം അങ്ങ് കറി വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ഞണ്ടൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തതാണ്. അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് വേഗം അങ്ങ് അത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയേ. മീനൊക്കെ നന്നായി കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും കൂടെ കഴുകി കൈയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് കഴുകിയതാണ്. പിന്നെ വെള്ളത്തിന് അയച്ചപ്പോൾ ഞാൻ രാവിലത്തെ ചായ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചെടുത്ത് കഴിച്ച്. പിന്നെ അവളെ എണീക്കുമ്പോഴത്തേന് വേഗം അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വേഗം അടിച്ചു വരികയൊക്കെ വന്നു. അപ്പോഴത്തേനും അവളെ എണീറ്റു കേട്ടോ, കരച്ചില്ല. അപ്പോൾ ഞാൻ അവളെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാം. പിന്നെ അവൾക്ക് ഇങ്ങനെ ഒരു വയ്യാഞ്ഞിട്ടൊരു ക്ഷീണം പോലെ. അപ്പോൾ അവൾ തോളെ കിടന്ന് തന്നെ ഉറങ്ങി. കിടത്താൻ കൊണ്ടുപോകുമ്പോൾ എണീക്കുക. അപ്പോൾ ഞാൻ അവളെ എടുത്തുകൊണ്ട് വേഗം അങ്ങ് അടിച്ചു വരികയെ. എനിക്കിങ്ങനെ എപ്പോഴും വീടിങ്ങനെ നല്ല നീറ്റായി കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാഴക്ക പച്ചക്കായ ഉപ്പേരിക്ക് വേണ്ടി കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറവിട്ട് പിന്നെ അപ്പോൾ കറി ഒന്ന് ഇളക്കിപ്പെടുത്തിട്ട് ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ട്. അപ്പം അതൊക്കെ വേഗം ചെയ്യാണ് അവളെ എടുത്തുകൊണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ട് തനുവാവ. അപ്പോൾ കറി അങ്ങ് സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേനും അവളെ എണീറ്റ് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ വേഗം അവൾക്ക് കോഴിമുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ച് അത് കൊടുക്കാമെന്ന് വിചാരിച്ചേ. തിന്നാൻ മടിയാണ് ഭക്ഷണം കഴിക്കാനൊക്കെ. അപ്പോൾ അതിങ്ങനെ പയ്യെ പയ്യെ കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനൊരു ഹാഫ് വേവിലാട്ടോ കോഴിമുട്ട എടുത്തത്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴത്തേനും ഒരു പൂച്ച അവിടെ വന്ന് അതിനോട് എന്തൊക്കെയോ പറഞ്ഞ് പിന്നെ അവളെ അങ്ങ് മുറ്റത്തോട്ട് ഇറക്കി വിട്ടിട്ട് ഞാൻ വേഗം കൊലായി അങ്ങ് തുടച്ചിട്ടു കേട്ടോ.
അവൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ കളിക്കാൻ വരും. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കളയും ഒക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് വേഗം നോക്കി. അപ്പോഴത്തേനും അവൾ വെള്ളത്തിൽ കളിക്കാൻ വരികയാണ്. അപ്പോഴത്തേനും പിന്നെ ഞാൻ ഇറങ്ങി വന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതായി. നല്ല രസമാണ് അവളുമായിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ സമയം പോകാറില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കുളിച്ചേ. രണ്ടാളും പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. തനുവാവയ്ക്ക് ആദ്യം ഭക്ഷണം കൊടുത്തു. പിന്നെ ഞാൻ കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പം എൻ്റെ ഓരോ ദിവസം എന്ന് പറയുന്നത് തനുവാവേൻ്റെ കൂടെ കളിക്കലും അവൾക്ക് ഭക്ഷണം കൊടുക്കലും അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യൽ തന്നെയാണ് കേട്ടോ. ഒരു മാറ്റമില്ലാതെ എല്ലാം ഒരേപോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ വാവേൻ്റെ കൂടെ ഇങ്ങനെ കളിക്കലും. പിന്നെ ഏട്ടൻ വന്നു, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഓരോ ദിവസം